നമസ്കാരം, എല്ലാവർക്കും മേഴ്സിലീസ് ഐസ്ക്രീം മാജിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്ത് ഡിഷാ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ ഷെഫിനോട് ചോദിച്ചറിയാം. പക്ഷേ അതിനു മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ഉപ്പുമുളകിലെ നമ്മുടെ സ്വന്തം ശിവാനിക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ശിവാനി. എന്തൊക്കെയുണ്ട് വിശേഷം ശിവാനി? സുഖമായിട്ടിരിക്കണു. നമ്മുടെ ശിവാനി കുട്ടിയിൽ നിന്ന് ചെറിയ അപ്ഗ്രേഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കോളേജിലാണ്. ഏത് സബ്ജക്റ്റാ പഠിക്കുന്നത്? സൈക്കോളജി. അടിപൊളി. അപ്പൊ വലിയൊരു സൈക്കോളജിസ്റ്റും കൂടെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഐസ്ക്രീം ഒക്കെ കഴിക്കാറുണ്ടോ? ഈവനാണ്. അത് പറ. അപ്പൊ ഏത് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ബട്ടർ സ്കോച്ച് ആണ് എന്റെ ഫേവറേറ്റ്. ബട്ട് ഏത് ഫ്ലേവറോടെ പോകും? ഇന്നത്തെ ഡിഷ് ട്രൈ ചെയ്യാൻ റെഡി ആണോ? റെഡി. അപ്പൊ നമുക്ക് ഷെഫിനോട് ചോദിച്ചാലോ? ലെറ്റ്സ് ഗോ. വിഷ്ണു, നമ്മൾ ഇന്ന് എന്ത് ഡിഷാ ഉണ്ടാക്കാൻ പോകുന്നത്? മെഴ്സിലീസിന്റെ ചില്ലി ഗോ പോപ്സിക്കിൾസ് വെച്ചിട്ട് ഒരു മോക്ടെയിൽ. ചില്ലി ഗോ എന്ന് പറയുമ്പോ നമ്മുടെ ഉപ്പും മുളകും. അത് വെച്ചിട്ടൊരു മോക്ടെയില്. അതെ, ചില്ലി ഗോ തന്നെ ഒരു നൊസ്റ്റാലിക് സാധനമാണ്. ആ ഫ്ലേവർ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ പോപ്സിക്കിൾസ് ചെയ്തിട്ടുണ്ട്. പോപ്സിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഐസ് മുട്ടായി, അത് വെച്ച് ഒരു മോക്ടെയിൽ. നമുക്ക് നോക്കാം. വെറും 4-5 ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോക്ടെയിൽ. ഈ മോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 സാധനങ്ങൾ, അതും വീട്ടിലുള്ളത്. പിന്നെ നമ്മുടെ മെഴ്സിലീസിന്റെ ചില്ലി ഗുവ ഞങ്ങളൊന്ന് എടുത്തു നോക്കട്ടെ. അത് തുറന്നോളൂ. കൺട്രോൾ ഉണ്ടാക്കണം. ശിവാനി എല്ലാം നോക്കി പഠിച്ചോണം കൃത്യമായിട്ട്. വീട്ടിൽ പോയി ഞാനൊരു ചെയ്യാനായിട്ടുള്ളതാണ്. ഓ വാവ്. ഉപ്പുമുളകൊക്കെ ഇട്ട് പേരൊക്കെ വെച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ തറവാട്ട് വീട്ടില് 2-3 ഇങ്ങനെ പേരമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടീസ് എല്ലാരും കൂടെ സമ്മർ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അതൊരു വികാരം. മാങ്ങ, പേരക്ക, ഇതൊക്കെ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് കൈവിട്ട് പോകുന്നു. ഒരു ടേബിൾ സ്പൂൺ ഷുഗർ. ഇതൊന്നും കറക്റ്റ് അളവല്ല, നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ടേബിൾ സ്പൂൺ ഇട്ടുന്നുള്ളൂ, മിനിമം മാത്രമേ വേണമെന്നുള്ളത്. ഇത് ലൈമ് പിഴിഞ്ഞ് വെച്ചാണ് നമ്മൾ സ്ക്യൂസ് ചെയ്ത് വെച്ച ലൈമ്. അതൊരു ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. എഗെയിൻ നമുക്ക് നല്ല പുളിയൊക്കെ വേണം എന്നുള്ളൊരാളാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ ചെയ്യാവുന്ന കേട്ടോ. ശിവാനി എല്ലാം നോക്കി പഠിക്കുന്നു. ഓക്കെ. എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇളക്കി യോജിപ്പിക്കാം. അത് ഞാൻ പണിയാൻ ശിവാനെ ഏൽപ്പിക്കാം. ആ നേരം കൊണ്ട് അടുത്ത പോപ്സിക്കിൾസും കൂടി നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇത് ഞങ്ങൾക്ക് കഴിക്കാനാണോ? അത് ഗാർണിഷ് ചെയ്യാനാണ്. സോറി, ഇത് അലിച്ചു തീർക്കുമ്പോഴത്തേക്കും കിട്ടാൻ ബാക്കി ഉണ്ടാവും എനിക്ക് ഡൗട്ട് കേട്ടോ. ഇറ്റ് ഈസ് വെരി ടെംപ്റ്റിംഗ്. അപ്പൊ ഇതിനകത്ത് സോഡയും വേണം കേട്ടോ, അല്ലേ? സോഡയും വേണം. നമ്മുടെ പോപ്സിക്കിള്, ഈ നാരങ്ങ നീര്, കുറച്ച് ഷുഗർ, സോഡ, 2 പോപ്സിക്കിൾസ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അണ്ടർ 5 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അല്ലേ? യെസ്. അടിപൊളി. അപ്പൊ നമുക്ക് ചെയ്യാം. മെൽറ്റ് ആയോ? അത് ഞാൻ മെൽറ്റ് ആക്കി. അത്രയും മതി. ഇനി ഞങ്ങൾക്ക് സോഡ ഒഴിച്ച് മെൽറ്റ് ആക്കാം. ഓക്കെ. കുറച്ച് സോഡ ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് പേരൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലേ? ശിവാനിക്ക് ഉണ്ടാക്കാം, ഏത് കൊച്ചു കുഞ്ഞിന് വരെ ഉണ്ടാക്കാം. അതെ അതെ. 5 വയസ്സുള്ള സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ പേരൻസ് സംസാരിച്ചിരിക്കുന്നതിനെ കൊണ്ട് ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ ചാൻസ്. ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ മാർട്ടിൻ ഗ്ലാസ് എടുത്തു എന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഗ്ലാസ് എടുക്കാം. കുറച്ചും കൂടി സോഡ വേണ്ടേ നമുക്ക്? കുറച്ചും കൂടി സോഡ ഒഴിക്കാം. നിറയെ ഒഴിക്കരുത്. നമുക്ക് അതിലോട്ട് മറ്റേ പോപ്സിക്കിൾസും കൂടി വെക്കാനുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു സ്ലോ മോക്ടെയിലാണ്, സ്ട്രോ ഡ്രിങ്ക് ആണ്. പയ്യെ ഇരുന്ന് ഇളക്കി ഒരു പാർട്ടി ഡ്രിങ്ക് ആണത്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പയ്യെ ഇളക്കി മെൽറ്റായി അതിന്റെ ഷുഗറൊക്കെ ബാലൻസ് ആവും. അപ്പൊ നമുക്ക് ഡ്രിങ്ക് ശിവാനിക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ശിവാനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണല്ലേ? എനിക്ക് അത് സ്പൈസും സ്വീറ്റ്നെസ്സും ഒക്കെ പെർഫെക്റ്റ്. അപ്പൊ ഈ രുചി നമ്മുടെ ഇവിടെ മാത്രമല്ല, 7 രാജ്യങ്ങളിലും മേഴ്സിലീസ് എത്തിക്കുന്നുണ്ട് അല്ലേ? അതെ, സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അത് കൂടാതെ 7 രാജ്യങ്ങളുണ്ട്. സിംഗപ്പൂർ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇത് മാത്രല്ല, ആഫ്രിക്ക വരെ എത്തി നിൽക്കുകയാണ്. അങ്ങ് മുതൽ ഇങ്ങ് വരെ. അതെ, ആഫ്രിക്കയില് ജബോട്ടി,
സീഷെൽസിലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു രുചി എല്ലാ രാജ്യത്തിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് പതുക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഞാനിത് കുടിച്ചൊന്ന് രസിച്ചിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. എല്ലാവരും ഈ ചില്ലി ഗുവ മോക്ടെയിൽ അല്ലേ, അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.